ഇതിനൊക്കെ കാണുന്നത് അവിടെ വെച്ചിട്ടാണ്, ക്യാമറ ഫേസ് ചെയ്യുന്ന ആദ്യമായിട്ട് അവിടെ വെച്ചാണ്. കുറേ ലൈറ്റും കുറേ ആൾക്കാർ കുറേ സിനിമാക്കാരൊക്കെ ഉണ്ടായി. പക്ഷെ ഞാൻ എന്തോ ചെയ്തു, അതിൽ എന്നെ സെലക്ട് ചെയ്തതിൻ്റെ ഭാഗമായി ആ സിനിമ എനിക്ക് ലഭിച്ചു. ആ സിനിമ ലഭിച്ചതിൻ്റെ ഭാഗമായി എനിക്ക് ഇന്ന് ഇവിടെ നിൽക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, ഞാൻ തിരിച്ച് ജീവിച്ചതെന്ന് ഞാൻ ആലോചിച്ചു. ഇത്രയും സ്റ്റേജിൽ കയറാൻ പേടിയുള്ള ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓഡിഷന് പോകാൻ തീരുമാനമുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമില്ല. പുസ്തകത്തിലെ ക്യാരക്ടറുകൾ ഒരു ജേർണി പോകും, ഒരു യാത്ര പോകും. അപ്പോൾ യാത്ര എത്തുന്നുള്ളത് ക്യാരക്ടറിന് അറിയില്ല. പക്ഷെ ആ യാത്ര ചെയ്യാൻ തീരുമാനിച്ചോടത്താണ് ആ ക്യാരക്ടറുടെ ലൈഫ് മാറുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ യോഗി കൃഷ്ണ ജയിച്ച പലരോടുണ്ട്, ജയിക്കാത്ത പലരോട്. പക്ഷെ പാർട്ടിസിപ്പേഷൻ ഈസ് എ ബിഗ്ഗസ്റ്റ് ആർട്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇത്രയും വീഡിയോസ് എനിക്ക് കാണാൻ പറ്റുന്നത്, ഇന്റർവ്യൂ എനിക്ക് കാണാൻ പറ്റുന്നത്, നിങ്ങളുടെ സ്നേഹം എനിക്ക് ലഭിക്കുന്നത്, എൻ്റെ പുതിയ സിനിമയെ ബർത്ത്ഡേ യൂണിറ്റിൻ്റെ ഭാഗമായി വരാൻ പറ്റുന്നതെല്ലാം അന്ന് ഒരു ദിവസം ഞാൻ ഇതിൻ്റെ ഡിസിഷനാണ് ടു പാർട്ടിസിപ്പേറ്റ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പല പല സിറ്റുവേഷൻസ് വരും, പല സെൽഫ് ഡൗട്ട്സ് വരും. നമുക്കൊരു ഫിയർ ഓഫ് ഫെയിലിയർ എപ്പോഴും, ഞാൻ പങ്കെടുത്താൽ ഇത് എന്നെ അറിയാമോ, എന്നെ എല്ലാവരും ട്രോളോ, ഇങ്ങനെ പല സെൽഫ് ഡൗട്ട് വരുമ്പോഴും നിങ്ങളുടെ ഒറ്റ തീരുമാനമുള്ളൂ, പാർട്ടിസിപ്പേറ്റ്. അത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഭയങ്കര വലിയ ചേഞ്ചസ് ആണ്. വലിയൊരു ചേഞ്ച് ഉണ്ടാക്കുന്നത് എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യമാണ്. അപ്പോൾ അതിവിടെ വന്നപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ തോന്നി. അതുപോലെ ഇവിടെ യൂഷ്വലി നമ്മൾ കോളേജിൽ പോകുന്ന സ്റ്റുഡൻസിനോടാണ് സംസാരിക്കാറ്. ഇവിടെ കുറേ ടീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ടീച്ചേഴ്സിനോടും എനിക്ക് ഒരു ചെറിയൊരു കാര്യം പറയാനുണ്ട്. നമ്മളെപ്പോഴും ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന, നല്ല മാർക്ക് മേടിക്കുന്ന, അല്ലെങ്കിൽ ഭയങ്കര കോംപ്ലക്സ് പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുന്ന കുട്ടികൾ മാത്രമാണ് നമ്മൾ ബ്രൈറ്റ് സ്റ്റുഡൻസ്, അല്ലെങ്കിൽ മികച്ച സ്റ്റുഡൻസ് എന്ന് പറയാറുള്ളൂ. പക്ഷെ ഒരു ക്ലാസ്സിലെ മികച്ച സ്റ്റുഡൻറ്റിന് മികച്ച ടീച്ചർ ആവുന്നതോടൊപ്പം തന്നെ ആ ക്ലാസ്സിൽ നമ്മുടെ സിനിമകളിലെ പാട്ടുകളിലുള്ള നിങ്ങളുടെ ഡാൻസ്, അടിപൊളി ഡാൻസ് ആയിരുന്നു. അടിപൊളി ഡാൻസ് ആയിരുന്നു. ആ വീഡിയോ ഭയങ്കര, നമ്മുടെ സിനിമകളുടെ പല പല കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ വരുമ്പോഴാണല്ലോ കാണുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ആ വീഡിയോയിൽ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ പ്രേമം കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. അപ്പോൾ പ്രേമം തിയേറ്ററിൽ കൊച്ചുകുട്ടികളായിരുന്ന് കണ്ട കുട്ടികളാണ് ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ സെൻറ്ററാസിലെ എൻ്റെ അനുജത്തിമാർക്കും ടീച്ചേഴ്സിനും മാനേജ്മെൻറ്റിനും നമസ്കാരം. എന്താ പറയുക, അത് ഇച്ചിരി ബ്ലാങ്കായി പോയിട്ടോ. യൂഷ്വലി ഇങ്ങനെ ഞാൻ ഇത്തരം പരിപാടികൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. കാരണം അങ്ങനെ ഒരു സ്റ്റേജിൽ നിന്ന് സംസാരിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര സ്പീച്ച് നടത്തിയ ഒരു ശീലമൊന്നും ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ എനിക്കിവിടെ പറയാൻ തോന്നിയൊരു കാര്യം ഞാനിങ്ങനെ പറയാണ്. അതായത് ഞാൻ ആദ്യത്തെ സിനിമ ചെയ്യുന്നതിന് മുമ്പേ, അതിൻ്റെ ആദ്യത്തെ ഒരു ഓഡീഷൻ സമയത്ത് എനിക്കൊരു കാലിലൊരു ആക്സിഡൻറ്റ് പറ്റിയൊരു സർജറി കഴിഞ്ഞ് കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു 40-45 ദിവസത്തോളം ബെഡ് റെസ്റ്റാണ്, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഞാൻ മാക്സിമം ടി വി കണ്ട് ബോറടിച്ച് പയ്യെ പുസ്തകങ്ങളിലേക്ക് മാറി. അങ്ങനെ പുസ്തകം വായിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ആ സമയത്ത് വായിച്ചൊരു പുസ്തകമാണ് ദ ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകം. അപ്പോൾ നിങ്ങൾ പലരും അത് വായിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വായിച്ചിട്ടുണ്ടോ? ഈ ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ